എന്ത് ചെയ്യാൻ പറ്റും? എല്ലാവരെയും ജയിക്കാൻ പറ്റും. നമ്മുടെ കൂടെ ആരുണ്ടാവും? രാമനും കൃഷ്ണനും ഉണ്ടാവും. അതുകൊണ്ട് നോക്കൂ, നമ്മൾ വൃത്രഹണ യുദ്ധേ കിംപുനർ ധൃതരാഷ്ട്രജേ, ദേവേന്ദ്രൻ തന്നെ യുദ്ധത്തിന് വന്നാലും നമുക്ക് ജയിക്കാനേ ഉള്ളൂ. പിന്നെ അപ്പം ഈ ധൃതരാഷ്ട്രൻ്റെ മക്കൾ, ഇത് സാക്ഷാൽ ദേവേന്ദ്രൻ വന്നാൽ പോലും നമുക്ക് ജയിക്കാൻ എളുപ്പമാണ്. പിന്നെ ഇപ്പോൾ ധൃതരാഷ്ട്ര മക്കൾ വന്നപ്പോൾ എന്താ ഇപ്പം നിസ്സാരമായിട്ട് ജയിക്കാനല്ലല്ലോ. അതുകൊണ്ട് പോയി ഇതാരാ പറഞ്ഞതെന്നറിയോ? ധൃഷ്ടദ്യുമ്നനാണ് ഈ വർത്തമാനം. ധൃഷ്ടദ്യുമ്നൻ ഇങ്ങനെയുള്ളൊരു വർത്തമാനത്തിന് മുമ്പ് പറഞ്ഞതായിട്ട് കേട്ടത് നമുക്കാർക്കും അറിവില്ല. ഇങ്ങനെ ഒരു ഉശിരുള്ള വർത്തമാനം ആരാപ്പോൾ പറയുന്നത്? ധൃഷ്ടദ്യുമ്നൻ വളരെ ഗേയമായിട്ട് ഈ വർത്തമാനം കണ്ട് പറഞ്ഞു. ധൃഷ്ടദ്യുമ്നൻ ഈ വർത്തമാനം പറഞ്ഞ സമയത്ത് ഇത്യുക്തേ അഭിമുഖാ വീര വാസുദേവമുപസ്ഥിതാഹ, അങ്ങനെ എല്ലാവരും കൂടിയിട്ട് വാസുദേവൻ്റെ മുമ്പിൽ മുഖം തിരിഞ്ഞിരുന്നു. ആരുടെ മുമ്പിലേക്ക്? വാസുദേവൻ ആരാണ്? ശ്രീകൃഷ്ണ ഭഗവാൻ ഇരിക്കണതിൻ്റെ നേരെ തിരിഞ്ഞിരുന്നു. വാസ്തവം പറഞ്ഞാൽ അവിടെ കാരണവന്മാരും പ്രായമുള്ളവരും വിദ്വാൻമാരും മഹാത്മാക്കളൊക്കെ ഉണ്ട്. പക്ഷെ ആരുടെ നേരെ എല്ലാവരും തിരിഞ്ഞിരുന്നത്? വാസുദേവൻ്റെ. അതെന്താ കാരണം? വാസുദേവൻ്റെ നേരെ തിരിഞ്ഞിരിക്കാൻ കാരണം അതങ്ങനത്തെ ഒരു വലിയ മഹിമയുള്ള വെളിച്ചുള്ള ആളാണ്. അതുകൊണ്ടാണ്. ഇതെന്താണ്ടായി ചോദിച്ചാൽ, ശ്രീകൃഷ്ണ ഭഗവാൻ എന്താ ചെയ്തു വെച്ചാൽ, ഇവരെല്ലാവരും കൂടി ഇങ്ങനെ ഈ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് വട്ടത്തിൽ കൂടിയിരിക്കുന്ന സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ ഈ ഇവരുടെ പാണ്ഡവന്മാരുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നിട്ട് പറഞ്ഞു, എന്താണെന്നറിയൂ, ഞാനേ ഈ ദുരിതങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവാൻ കാരണം എന്താണെന്നറിയൂ? ഇവിടെ നിങ്ങൾ ചൂത് കളിക്കുമ്പോഴും ചൂതുകളി നടക്കുമ്പോഴും ഇതൊക്കെ നടക്കുമ്പോഴും ഞാനന്ന് നാട്ടിലുണ്ടായില്ല. അതേ പറ്റിയതേ. ആര് പറഞ്ഞു? ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു. അതേച്ചാ എന്താന്ന് ചോദിച്ചാൽ, നെയ്തൽ കൃച്ഛ്രാം അനുപ്രാപ്തോ, ഇങ്ങനെയൊരു ദുരിതത്തിൽ നിങ്ങൾ പെടില്ലായിരുന്നു. എന്താ ചോദിച്ചാൽ, ഭവാൻ സ്യാൽ വസുധാധിപ യദ്യഹം ദ്വാരകായാം സ്യാം രാജൻ സന്നിഹിത പുര, നിങ്ങൾ ഈ ചൂത് കളിക്കണ സമയത്ത് ഞാൻ ദ്വാരകയിലുണ്ടായിരുന്നു വെച്ചാൽ അതിപ്പോൾ നടക്കില്ലായിരുന്നു. ഏത്? ഞാൻ സമ്മതിക്കുമോ? ആര് പറഞ്ഞു? ശ്രീകൃഷ്ണൻ. ഞാനന്ന് ദ്വാരകയിലുണ്ടായിരുന്നില്ലേ, അത് കാരണമാണ് ഇവിടെ ഇതൊക്കെ നടന്നത്. ആഗച്ഛേയമഹം ദ്യൂതം അനാഹൂതോപി കൗരവൈഹി, ഇങ്ങനെ ഒരു ചൂതുകളി അവിടെ നടക്കുന്നുണ്ടെന്ന് കേട്ടാൽ ഈ ശകുനിയോ ധൃതരാഷ്ട്രോ ദുര്യോധനൊന്നും ക്ഷണിച്ചില്ല വെച്ചാലും ഞാൻ സ്വന്തം വണ്ടിയിൽ വരുമായിരുന്നു അവിടേക്ക്. എന്തിന്? ഭഗവാൻ പറയണേ. അതാ എന്താ പറഞ്ഞത്? ആഗച്ഛേയമഹം, ഞാൻ എന്തായാലും വരുമായിരുന്നു. എങ്ങനെ? ദ്യൂതം അനാഹൂതോപി, എന്താ അനാഹൂതൻ? ആഹൂതൻ വിളിച്ചിട്ട്, അനാഹൂതൻ വിളിച്ചില്ലാച്ചാലും ഞാൻ വരുമായിരുന്നു. എങ്ങടെ ഈ ചൂത് നടക്കുന്ന സഭയിലേക്ക്. എന്താ കാരണം എന്നറിയോ? എനിക്കങ്ങനെ വിളിക്കൊന്നും വേണ്ട. അവിടെ വന്നിട്ട് ഞാൻ അംബികേയേന ദുർധരിഷേ രാജ്ഞ ദുര്യോധനും അംബികയും ധൃതരാഷ്ട്രമൊന്നും ക്ഷണിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. ഇങ്ങനെ ഒരു സംഗതി ഉണ്ടെന്ന് കേട്ടു വെച്ചാൽ ഞാൻ ഓടി വരുമായിരുന്നു. എന്നിട്ട് വന്നിട്ടോ വാരയേയമഹം, വന്നാൽ ഞാൻ തടയായിരുന്നില്ലേ? നീ നിർത്താൻ പറയില്ലേ? ഞാൻ കളി വേണ്ട, നിർത്തു, ഞാൻ തടയായിരുന്നു. വരയേയമഹം ദ്യൂതം ബഹൂൻ ദോഷാൻ പ്രദർശയൻ, ഇതിൻ്റെ ദോഷങ്ങൾ ഓരോന്നോരോന്ന് എണ്ണിപ്പെറുക്കി പറഞ്ഞു കൊടുത്ത് ഈ കൗരവന്മാരെയും ശകുനിയെയും ഞാൻ ഈ വേണ്ടാത്തര പ്രവൃത്തിയിൽ നിന്ന് ഞാൻ നിർബന്ധിച്ച് പിന്തിരിപ്പിക്കുകയായിരുന്നു. ഞാൻ പറയട്ടെ, ഭീഷ്മദ്രോണവും സമാനം, ഭീഷ്മരും ദ്രോണരെയൊക്കെ ഞാൻ വിളിച്ചിരുത്തിയിട്ട് എന്ത് ചെയ്യും? ബോധ്യപ്പെടുത്തി കൊടുക്കുകയായിരുന്നു ഞാൻ അന്ന്. പക്ഷേ ഇവിടെ ഉണ്ടായില്ല. അതാണ് കാര്യങ്ങൾ ഞാൻ പറയും. രാജാവേ, അങ്ങയുടെ മക്കൾ രാജ്യത്തെ നശിപ്പിക്കാൻ മാത്രമല്ല വംശത്തെ നശിപ്പിക്കാനും കൂടിയാണ് പോണത്. രാജാവേ, അതുകൊണ്ട് നല്ലോണം മനസ്സിരുത്തിക്കോളൂ, ചൂത് നിർത്തിച്ചോളൂ. ശ്രീകൃഷ്ണൻ ചൂത് നിർത്തിച്ചോളൂ എന്നൊക്കെ പറഞ്ഞ് നിർത്തിക്കാൻ നിന്നാൽ എന്തുണ്ടാവും? ധൃതരാഷ്ട്രക്ക് പിന്നെ ചൂത് നിർത്താണ്ടിരിക്കാൻ പറ്റില്ല. അതാണ്. പക്ഷെ എന്താണെന്നറിയോ, ഈ ലോകത്തിൽ ദുരിതമാണ്. 3-4 സംഗതികൾ എപ്പോഴും ദുരിതമാണ് രാജാവേ. എന്താണെന്നറിയോ, ഈ ഏത് സമയത്തും ഈ 4 എണ്ണത്തിനെയും രാജാവേ സൂക്ഷിച്ച് വെക്കേണ്ടത്. ഏതൊക്കെയാണ് 4 എണ്ണം? സ്ത്രീയോക്ഷാ മൃഗയാ പാനം ഏതൽ കാമസമുദ്ധിതം. ഈ 4 എണ്ണം കാമസമുദ്ധിതം ആണ്. കാമസമുദ്ധിതം, കാമത്തിൽ നിന്നുണ്ടാവണതാണ് ഈ 4 എണ്ണം. ഏതൊക്കെയത്? സ്ത്രീയോ, സ്ത്രീ വെച്ചാൽ ഈ സ്ത്രീ വിഷയമായിട്ടുള്ള സ്ത്രീ സേവ. പിന്നെ അക്ഷാഹ, അക്ഷം ഈ ചൂതുകളിയും അതുപോലെ തന്നെ എന്തെന്നറിയും പാനം. ഇത് പാനം മനസ്സിലാവണില്ലേ? പാനം വൈകുന്നേരം ആകുമ്പോൾ കണ്ടില്ലേ? ഇപ്പം പിന്നെ വൈകുന്നേരം രാവിലെ ഒന്നുമില്ല, എപ്പോഴും പാനാണ്. അപ്പോൾ കള്ള് കുടിക്കുക. അതുപോലെ മൃഗയ പറഞ്ഞാൽ ഈ നായാട്ട്. ഈ 4 എണ്ണം. അപ്പോൾ സ്ത്രീയോക്ഷ മൃഗയാ പാനം. സ്ത്രീ പറഞ്ഞാൽ ഈ രാജാക്കന്മാർക്കൊന്നും പാടില്ലാത്ത വിഷയങ്ങളത്. സ്ത്രീ സേവ. ഈ സ്ത്രീ സേവ പറഞ്ഞാൽ എന്താർത്ഥം അറിയൂ? രാജാക്കന്മാരെയൊക്കെ വശീകരിക്കാൻ ഈ സ്ത്രീ വിഷയങ്ങൾ വഴിയൊക്കെ വന്നാൽ വേഗം സാധിക്കും. വലിയ വലിയ രാജാക്കന്മാരൊക്കെ ആ ദശരഥ മഹാരാജാവൊക്കെ എങ്ങനെ നടന്നവനാ?
ഹിമാലയ പർവ്വതം പോലെ നടന്ന ആളായിരുന്നു. വാൽമീകി രാമായണം തുടങ്ങുമ്പോൾ ഒന്ന് വായിച്ച് നോക്കണം. എന്ത് ദശരഥ മഹാരാജാവിനെ കുറിച്ച് വർണ്ണിക്കുന്നു. രാജഋഷി അമ്പോ കുലവംശ സ്ഥാപകൻ, വീരൻ, ശൂരൻ, പരാക്രമി, മഹാത്മാവ്, വിദ്വാൻ, പണ്ഡിതൻ, ഇങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞു തുടങ്ങിയാൽ അദ്ദേഹത്തിന് ഇങ്ങോട്ട് വർണ്ണിക്കുന്നത് കേട്ടാൽ നമുക്ക് അത്ഭുതം തോന്നും. ആ മഹാരാജാവിനെയാണ് പിന്നീട് നമ്മുടെ ആ കൈകേയി എന്ത് ചെയ്തത്? വലിയ കാളക്കൂറ്റൻ്റെ മൂക്കിൻ്റെ കയറും പിടിച്ച കറുത്ത ചെക്കൻ, ഇത്ര പോകുന്ന ചെക്കൻ നടക്കണുണ്ടല്ലേ, അതേമാതിരി കാളക്കൂറ്റിൻ്റെ മൂക്ക് കയറും പിടിച്ചിട്ട് നടക്കണേ ആ പയ്യൻ്റെ മാതിരി കൈകേയി ഈ വലിയ രാജാവിൻ്റെ മൂക്ക് കയറും പിടിച്ച് നടന്നത് നമ്മൾ കണ്ടതിൽ എന്നൊക്കെ ആരെക്കൊണ്ട് എഴുതിച്ചു? രാജാവിന് മൂക്കൊണ്ട് കൈകൊണ്ടൊക്കെ രാജാവ് ഇത് എഴുതിയിരുന്നു. ശരിയല്ലേ? ഇത് ഒരു എന്താ ചെയ്യല്ലേ? വലിയൊരു നാട്ടിലെ വലിയൊരു പേരെടുത്ത രാജാവിനൊരു പെണ്ണൊരുത്തിക്കൊണ്ട് എന്നുവെച്ചാൽ അർത്ഥം എന്താ? കാരണം എന്താണെന്ന് പറയും, എല്ലാവരും ഇത് ശ്രീരാമനും ഉണ്ടായിരുന്നില്ലേ, ഇതേമാതിരി രാജാവായിരുന്നില്ലേ? ശ്രീരാമനെ ആരും കഞ്ഞണ്ണാമെന്ന് എഴുതിച്ചില്ലല്ലോ. എന്താ കാരണം? അദ്ദേഹത്തിനും ഉണ്ടായിരുന്നില്ലേ സ്ത്രീ ഭാര്യ? സീത ഉണ്ടായിരുന്നില്ലേ ഭാര്യയായിട്ട്? ലക്ഷ്മണനും ഭാര്യ ഉണ്ടായിരുന്നില്ലേ? ഭരതനും ശത്രുഘ്നനും ഉണ്ടായിരുന്നില്ലേ? ഇവരൊക്കെ ഒന്നും ഈ വിഷമം ഉണ്ടായില്ലല്ലോ. ശരിയല്ലേ? ഇത് എന്താ അങ്ങനെ ഉണ്ടാവാൻ കാരണം? അതാ പറയുന്നത്. ഇതുപോലെ തന്നെയായിരുന്നു ഒരു ഉത്താനപാദ മഹാരാജാവ് പറഞ്ഞൊരു യോഗ്യ ഉണ്ടായിരുന്നു. എന്താ പേര്? സ്വയംഭുവ മനുവിന് 2 ആൺകുട്ടികളുള്ള കൂട്ടത്തിൽ ഒരുത്തനാണ് ഈ ഉത്താനപാദൻ. ഉത്താനപാദ മഹാരാജാവിന് ഉണ്ടായിരുന്നു 2 എണ്ണം. ഇത് 2 എണ്ണം ഭാര്യമാര് 2 എണ്ണം, സുരുചിയും സുനീതിയും. ഇതിൽ ഈ സുരുചി രാജാവിൻ്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. എന്തായിരുന്നു സുരുചി? സുനീതി പിന്നെ രാജാവിനെ ഒരു തരത്തിലും ബാധിക്കില്ല. എന്താ കാരണം? അവളങ്ങനെ ഒരു ഉണ്ടെന്ന് തന്നെ അറിയില്ല. 1-ാം തീയതി ഒപ്പിടുമ്പോൾ കാണാം. എന്താ 1-ാം തീയതി ഒപ്പിട്, അവിടെ ഹോസ്റ്റലിൻ്റെ ഒപ്പിടണമല്ലോ, അതിന് കാണാം, വേറെ ഒന്നിനും കാണില്ല. അത്രയേ ഉള്ളൂ. അങ്ങനെ ഒരാൾ കണക്കിലും ഇല്ല, ഹൃദയത്തിലും ഇല്ല, മനസ്സിലും ഇല്ല, വാക്കിലും ഇല്ല, ബോധത്തിലും രാജാവിനാണ്. പക്ഷെ മറ്റോളെ അങ്ങനെയല്ല. മറ്റോളെ എപ്പോഴും ഇങ്ങനെ കൊഞ്ചിച്ച് കൊണ്ട് നടക്കും. ആരേ? സുരുചി. അങ്ങനെ സുരുചി എന്ത് ചെയ്തു? സുരുചി രാജാവിനെ കയറിട്ട് കൊണ്ട് നടന്നു. ശരിയല്ലേ? ഇത് വലിയൊരു മഹാരാജാവ് എന്തൊക്കെ ദുരിതത്തിക്കുക സുരുചി കാരണം. സുരുചി രാജാവിൻ്റെ മുമ്പിൽ വെച്ചിട്ടാ പറഞ്ഞ മറ്റേ കുട്ടി മടിയിലിരിക്കാൻ വന്നപ്പോൾ എന്താ ചെക്ക അവിടെ ഇരിക്കണത്, പുറത്തേക്കെന്ന്. ഇതിന് എനിക്കിരിക്കണമെങ്കിൽ അവൻ നിലത്ത് എവിടെയെങ്കിലും ഇരുന്നോളാം, ഉണ്ണി അവിടെ. തൻ്റെ മകന് രാജാവ് അപ്പം എന്താ ചെയ്ത്? രാജാവ് അപ്പം എന്ത് ചുണ്ടെന്ന് തുടച്ച് അവിടെ ഇരുന്നു, കഥയില്ലാത്ത രാജാവേ. ശരിയല്ലേ? ഇത് എന്നിട്ട് പിന്നെ മകൻ ഉണ്ണി ധ്രുവകുമാരൻ തപസ്സിന് പോയ സമയത്താണ് നാരദ മഹർഷി കൊട്ടാരത്തേക്ക് വന്നപ്പോൾ അദ്ദേഹം തലയും താഴ്ത്തി അങ്ങനെ ഇരിക്കുക, സീരിയൽ കണ്ടിരിക്കണ വല്യമ്മയുടെ മാതിരി. വിഷമിച്ച് വേദനിച്ച് നിലവിളിച്ചിരിക്കണുണ്ടല്ലോ, അജാതി നിലവിളിയായിട്ട് അതാണ് ഇപ്പോൾ പറഞ്ഞ്. ഇതിന് സ്ത്രീജിതത്വം എന്നാ പറയുക. എത്ര വലിയ ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ചാരക്കേസ്, എന്ത് കേസ്? ചാരക്കേസിലൊക്കെ പെണ്ണ് കേസും ഉണ്ടാവും. ഉണ്ടോ? എന്താ കാരണം? ആണ്ടറില്ല, എന്താ എൻ്റെ പേര്? ഹണി ട്രാപ്പ്. അയ്യോ അല്ല, എന്ത് ഭംഗിയുള്ള പേരാ അതല്ലേ. നമ്മൾ എലി ട്രാപ്പ് കേട്ടിട്ടുണ്ട്. എന്ത് ട്രാപ്പ്? എലിക്കണി പണ്ടൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? കേട്ടിട്ടില്ലേ അതൊക്കെ? മച്ചിൻ്റെ മുകളിൽ മാളികമ്പലും മത്തായപ്പരയിലൊക്കെ കൊണ്ടുപോയിക്കുന്നത് ഹണി ട്രാപ്പല്ല, എലി ട്രാപ്പ്. പുതിയ അപ്പോൾ ഹണി ട്രാപ്പ് പറഞ്ഞാൽ പെണ്ണുങ്ങൾ വശമായിട്ട് കൊഞ്ചി അതേതെങ്കിലും വല്ല മീശക്കാരൻ പട്ടാളൊക്കെ ഉണ്ട്. ഇപ്പം മിമിക്രി ആർട്ടിസ്റ്റാവും ആര്? ഇവനാണ് ഈ പെണ്ണുങ്ങളുടെ വന്നിട്ട് അതിന് കൊഞ്ചിയും കഴിഞ്ഞും പെടുത്തത് അങ്ങണ്ടില്ലേ. അപ്പോൾ ഈ അധികാരസ്ഥാനങ്ങളിലുള്ളവരെയൊക്കെ വശീകരിച്ചും അന്തല്യാണ്ടിയാക്കിയിട്ടും ആ ഭ്രഷ്ടന്മാരാക്കാൻ എന്തിനു പറ്റും? അതിന് സ്ത്രീ വിഷയം അല്ലാത്ത ബുദ്ധിമുട്ട് ഇതൊക്കെ എന്തിനാണെന്നറിയും. നമ്മൾ പരിഹാസം പറയുക, നേരം പോക്ക് പറയുക, അങ്ങനെ കൂട്ടരുത്. അശ്ലീലം പറയാനൊന്നും കൂട്ടരുത്. നമ്മളെപ്പോഴും നല്ല ജാഗ്രത. അതിപ്പോൾ രാജാക്കന്മാർ തന്നെ ആയിക്കൊള്ളണമെന്നൊന്നുമില്ല. ആരായാലും ഇതൊക്കെ അപകടം തന്നെയാണ്. ഏത് ഈ സ്ത്രീ വിഷയം എന്നല്ല, ഈ ജാതി വിഷയങ്ങൾ. സ്ത്രീ വിഷയം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കാമഭോഗ വിഷയങ്ങളിൽ ആര് പെട്ടുപോയാലും പിന്നെ നേരെയാവില്ല. അതിന് സൂക്ഷിച്ച് നടക്കണം. നമ്മൾ എത്ര വലിയ ആളാണ്, എത്ര വലിയ നിലയിലിരിക്കണവനാണെന്ന് കൂട്ടിയാലും ഇതിങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ കാണുമ്പം നല്ലോണം സൂക്ഷിച്ച് നടക്കണം. കാരണം എന്താണെന്നറിയോ? അപ്പക്കെട്ടാണേ. എങ്ങനെയാണ് അതിൽ നമ്മൾ ഈ പുതിയ ടൈലിൽ വെള്ളം വീണ മാതിരിയാണ്. ഇതിൽ ഈ ടൈല് പതിച്ചതിക്കൽ വെള്ളം വീണ നമ്മൾ കാണില്ലേ? നമ്മൾ ഭരതനാട്യം കളിച്ചിട്ടാണല്ലോ അടുക്കളയിൽ നടക്കുക. അതാണ് പൂരം മുറിഞ്ഞ് കിടക്കണത്. എന്ത് കണ്ടാൽ ഇതിൽ വെള്ളം വീണ് കിടക്കുന്നത് കണ്ടാൽ മനസ്സിലാവില്ല. വെള്ളമോ വെളിച്ചെണ്ണയോ വല്ല മെഴുക്കോ പെരൻ്റെ കിടന്നാൽ നമ്മൾ ഭരതനാട്യം കഴിഞ്ഞ് വരുമ്പോഴേക്ക് പിന്നെ കോട്ടയ്ക്കലോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ എവിടെയെങ്കിലുമൊക്കെ ബെൽറ്റ് ഇട്ട് കിടക്കണ്ടാവും. എന്നുവെച്ചാൽ എന്താ അർത്ഥം? എത്ര വലിയ വീഴ്ത്തും വീഴ്ത്തും ഈ വഴുക്കി വീഴ്ത്തം. ഇതുപോലെയുള്ള വഴുക്കി വീഴ്ത്തലുകളാണ് ഇപ്പോൾ ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ. അന്ന് സൂക്ഷിച്ച് നടക്കണം. നമ്മൾ ജീവിതത്തിൽ എപ്പോഴും നല്ല ജാഗ്രത വേണം കേട്ടോ. ഒരു ചീത്തത്തേക്കും പോയില്ലാച്ചാൽ തന്നെ നാട്ടുകാർ എന്തൊക്കെ ചീത്തത്തങ്ങൾ പറയും ഇല്ലേ? എന്തൊക്കെ ആളുകളുടെ വായിൽ കൂടി പറയാം. ഒന്നും ചെയ്യേണ്ട, നമ്മൾ വെറുതെ നടന്നാൽ മതി. അപ്പോൾ പിന്നെ കുറച്ച് ചെയ്യലും കൂടി ഉണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും?
ശരിയല്ലേ ഇത്? ഈ ദുഷ്പേരുണ്ടാവാനൊന്നും ഇങ്ങനെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം അതുകൊണ്ടാണ് അവിടെ ഈ സ്ത്രീ വിഷയം, അതാണ് സ്ത്രീയോ അക്ഷ എന്നൊക്കെ. രാജാക്കന്മാർ വിശേഷിച്ച് അധികാരസ്ഥാനത്തിരിക്കുന്ന രാജാവ് ഇത്തരം വിഷയങ്ങളിലൊക്കെ ജാഗ്രത പുലർത്തിയില്ല വെച്ചാൽ ആപത്തുണ്ടാവുകയെ. പറഞ്ഞത് എന്താണെന്നറിയൂ, എല്ലാ വിഷയങ്ങളും ആവാം, ഒന്നിലും പെടരുത്. എന്താണ് പറഞ്ഞ് മനസ്സിലാവുണ്ടോ? ഇപ്പോൾ സ്ത്രീ ആയിക്കോട്ടെ, മോശമൊന്നുമില്ല, ആവാം. വിവാഹമൊക്കെ കഴിച്ച ആൾക്കാർ സന്തോഷമായിട്ട് നല്ല മട്ടിൽ ജീവിക്കണില്ലേ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആവാം എല്ലാം, ഒന്നിലും നമ്മൾ പെടരുത്. മനസ്സിലാവുണ്ടോ? പെട്ടുപോയ ഏത് വിഷയത്തിലാണെങ്കിലും പെട്ടാൽ കഷ്ടപ്പെട്ടു. മനസ്സിലാവുണ്ടോ? ഇപ്പം നമ്മൾ വെള്ളം കോരി കുടിക്കുന്നത് എവിടുന്നാ? കുടിവെള്ളം എവിടുന്നാ? കിണറില്ലേ കുടുംബത്ത്? എന്തെല്ലാവരും ഇങ്ങനെ അന്താളിച്ചിട്ട്? നമ്മളെവിടുന്ന വെള്ളം കോരി കൊണ്ടുവരുന്ന? അരി വയ്ക്കാനും വറക്കാനും കുടിക്കാനും ചുക്കുവെള്ളം ഉണ്ടാക്കാനും ജീരക വെള്ളം ഉണ്ടാക്കാനൊക്കെ വെള്ളം എവിടുന്നാണ് കൊണ്ടുവരുന്നത്? വടക്കേ മുറ്റത്തെ കിണറ്റിൽ നിന്ന് കോരിക്കൊണ്ടുവരും. നല്ല വെള്ളമാണ്, അസല വെള്ളം, നല്ല ഒന്നാന്തരം വെള്ളമാണ്, ഒരു കുഴപ്പമില്ല. നാട്ടിൻപുറത്തെ കിണറായതുകൊണ്ട് നല്ല വെള്ളം, നല്ലോണം വെള്ളമുണ്ട്, നിറയുണ്ട്. രണ്ടാൾക്ക് വെള്ളമുണ്ട്. അതെല്ലാം മീനമാസത്തിലുണ്ടാവും, അത്രയ്ക്ക് വെള്ളം. നല്ല നിറഞ്ഞ് നിൽക്കണ കിണർ, അസല വെള്ളമാണ്. അങ്ങനെ ഉണ്ടായി. അങ്ങനെ ഈ വെള്ളം കോരി കുടിച്ചിട്ട് അത്രയും കാലം നമ്മൾ ജീവൻ നിലനിർത്തിയത്. അങ്ങനെ ഒരു ദിവസം എന്താണ്ടായി ചോദിച്ചാലേ, ഈ അമ്മ വെള്ളം കോരുന്ന സമയത്ത് ഈ കിണറ്റിക്ക് തലകുത്തനെ അങ്ങോട്ട് വീണു. നമ്മളച്ഛ കാണും ചെയ്തു ഈ അമ്മ വീണത്, പുറത്തുനിന്ന് കാണും ചെയ്ത്. നമ്മളെന്ത് ചെയ്തു? നമ്മൾ പറഞ്ഞു, സാരമില്ല, കുടിക്കണ വെള്ളമല്ലേ, വിഷമൊന്നും അല്ലല്ലോ എന്നും പറഞ്ഞു. എന്തല്ലേന്ന്? വിഷത്തിലേക്കൊന്നല്ലല്ലോ വീണത്, കുടിക്കണ വെള്ളമല്ലേ, അതിപ്പോൾ എന്താ അത്രേ? ഈ വെള്ളം കുടിച്ചിട്ടല്ലേ ഈ അമ്മ എത്രയും കാലം ജീവിച്ചത്? ഇനിയിപ്പോൾ 2 ദിവസമായാലും വീണു. പിന്നെ എങ്ങനെയാണ് പുറത്തേക്ക് എടുത്തത്? ഇതാരും മിണ്ടാത്തത്? പുറത്തേക്ക് എടുത്ത് കുത്തനെയാണ് വീണത്, വിലങ്ങനെയാണ് എടുത്തത്. എന്താ കാരണം? നീ കുത്തനെ പറ്റില്ല, നീ കുത്തനെ നിൽക്കില്ല സാധനം. എന്താ കാരണം? ശരിയല്ലേ അത്? ആൾ മരിച്ചു പോവില്ലേ? അപ്പോൾ ഈ വെള്ളം കുടിച്ചിട്ടാണ് ഇത്രയും കാലം ജീവൻ നിലനിർത്തിയത് വെച്ചാലും ആ നിലനിർത്തിയ ജീവൻ എടുത്തതൊപ്പം ഈ വെള്ളം തന്നെയാണ്. ഏത്? ശരിയല്ലേ? ഇത്രയും കാലം വെള്ളം കുടിച്ച് നിലനിർത്തി പരിപാലിച്ച് കൊണ്ടുവന്ന് ജീവനെ ഇപ്പോൾ എടുത്തതാരാ? ഇതേ വെള്ളമല്ലേ? ശരിയല്ലേ ഇത്? എന്നുവെച്ചാൽ അർത്ഥം, വെള്ളം ആവശ്യത്തിനൊക്കെ ആവാം, പക്ഷെ വെള്ളത്തിൽ വീണാൽ ചത്തുപോകും. പാൽപ്പായസം എന്തോരം ഇഷ്ടമാണ് നമുക്ക്, നല്ലോണം പാൽപ്പായസമൊക്കെ കണ്ടാൽ നമുക്ക് പിന്നെ അന്നത്തെ ദിവസം ചന്ദ്രന് ഉച്ചമാതിരി. എന്തുമാതിരി? ശരിയല്ലേ ഇത്? ഇത്രയ്ക്ക് സന്തോഷമാണ് അങ്ങനെ. പക്ഷേ നമ്മൾ ഈ ആർത്തികാരനെ, ആ ദഹനക്കാരനെ ചുറ്റിപ്പറ്റി ആ വാർപ്പിൻ്റെ ചുറ്റും ഇങ്ങനെ നടക്കുകയായിരുന്നു. എന്തുണ്ടായത്? തല കുത്തനെ നാട്ടുകാരുടെ പായസം കൂടിയും ഇല്ലേണ്ടേ. പാൽപ്പായസം നന്ന് കേമാണ് പറഞ്ഞിട്ട് കാര്യമില്ല. പാൽപ്പായസത്തിൻ്റെ വാർപ്പിലേക്ക് തല കുത്തനെ വീണാൽ നമ്മളെന്താ ആ ചൂടിൽ വീണ് ചത്തുവില്ലേ? അപ്പം ഏതും നല്ലതാണ്, പക്ഷെ അതിൽപ്പെട്ടാൽ എല്ലാ വിഷയങ്ങളും ആവാം. പരിധി വെക്കണം. എന്ത് വെക്കണം? നമ്മൾ എന്തിനൊരു അതിർത്തി വെക്കണം. എത്ര വരെ ആവാം എന്നൊരു അതിർത്തി നമുക്കുണ്ടാവണം. അതൊന്നും ഒരാൾ സ്കൂളിലും കോളേജിലും പഠിപ്പിച്ചു തരണമൊന്നുമല്ലേ. നമുക്ക് എത്ര ഇപ്പോൾ വർത്തമാനം പറയുമ്പം ഏത് വരെ പറയാം എന്നൊരു ബോധ്യം ഉണ്ടാവണം. അതിൻ്റെ അപ്പുറത്തേക്ക് പറയരുത്. മനസ്സിലാവുണ്ടോ? ഊണഴിക്കുമ്പം നമുക്ക് എത്ര വരെ നമുക്കൊരു ആശ. ചിലർക്ക് ഊണഴിക്കുമ്പോൾ അൽഷിമേഴ്സ് ഇങ്ങോട്ട് വരും. എന്ത് വരും? അതെന്താ തന്നെ ഓർമ്മയില്ലായ അതാണ്. ഉണ്ണുമ്പോൾ ഓരോ ഓർമ്മയുണ്ടാവില്ല. ഇങ്ങനെ വിളമ്പണം. ഇയാൾ ഇങ്ങോട്ട് വിളമ്പാൻ വരുമ്പോഴേക്ക് എന്നിട്ട് അപ്പുറത്തുള്ളവനോട് എന്നിട്ട് അവൻ തന്നെ അറിയില്ല എന്നിട്ടാന്ന് എങ്ങനെ ചോദിക്കുകയാണേ. അപ്പോഴേക്ക് ഇയാൾ വിളമ്പി പോവുകയും ചെയ്യും. അയ്യോ വേണ്ടിയിരുന്നില്ല. അപ്പോൾ പറ്റില്ല, അളവ് നിശ്ചയുണ്ടാവണം നമുക്ക്. ഊണായാലും എന്തായാലും. അതുകൊണ്ടാണ് യുക്ത ആഹാര വിഹാരസ്യ യുക്ത ചേഷ്ടസ്യ കർമ്മസു യുക്ത സ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖ എന്ന് പറയും ഭഗവത്ഗീത. ഇതൊക്കെ യുക്ത ആവണം. യുക്ത എന്ന് വെച്ചാൽ പാകത്തിന്. എന്തിന്? എല്ലാം പാകത്തിന്. എല്ലാം പാകത്തിനേ പറ്റുള്ളൂ. യുക്ത ആഹാരം പാകത്തിന് വേണം. ആഹാരം വിഹാരം വിശ്രമിക്കലും നേരം പോക്കൊക്കെ അതും വേണം പാകത്തിന്. മനസ്സിലായില്ലേ? യുക്ത ചേഷ്ടസ്യ പ്രവൃത്തികളിലും ഉണ്ടാവണം ഒരു പാകത. യുക്ത സ്വപ്ന അവബോധസ്യ ഉറക്കം പാകത്തിന് ഉറങ്ങണം. ഉണരലും പാകത്തിന്. ഇങ്ങനെ എല്ലാം പാകത്തിന് ചെയ്യുന്നവർക്കാണ് എന്തുണ്ടാവുന്നത്? യോഗോ ഭവതി. അവർക്ക് യോഗം സിദ്ധിക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. മനസ്സിലാവണില്ലേ? അപ്പം എല്ലാറ്റിനും ഒരു പാകതയും കൃത്യതയും ഉണ്ടാവണം. അതുകൊണ്ട് ഈ ആയുർവേദ ശാസ്ത്രത്തിലെ ആയുർവേദ ശാസ്ത്രത്തിൽ പ്രമാണം പറയുമ്പോൾ അവിടെ പറയും അതി സർവത്ര വർജയേൽ. എന്താണ് അതൊരു പ്രമാണ? അതി. എന്ത് ഈ അതി പറഞ്ഞാൽ?
അതി എപ്പോഴും അതി അതി എരു, അതി പുളി, അതി ചൂട്, അതി തണുപ്പ്, അതി അധ്വാനം, അതി വിശ്രമം, അതി ഉറക്കം, അതി ഉണർവ്, ഈ അതി ഒന്നിലും വേണ്ട എന്നൊക്കെ പാകത്തിന് മനസ്സിലാവുണ്ടോ? അതി സർവത്ര വർജയേൽ, അതി എല്ലാം അർത്ഥം ഏത് വിഷയത്തെ എത്ര കണ്ട് നമ്മൾ എടുക്കണം എന്നുള്ളതിനെക്കുറിച്ച് രൂപം ഇല്ലച്ച കഷ്ടമായിട്ട് തീരെ അത് പ്രമാണമല്ലാണ്ട് പ്രത്യേകമായിട്ട് ധരിക്കണം കേട്ടോ. ഈ ദശരഥനാണെങ്കിലും ആരാണെങ്കിലും ഇവരുടെയൊക്കെ ജീവിതം നമുക്കിതിൻ്റെ പാഠാ തരുന്നത്. വലിയൊരു ഈ ദശരഥ മഹാരാജാവിനെ കുറിച്ച് പറയച്ച ഒരു കുറ്റം നമുക്ക് അത്ര നല്ലൊരു മഹാരാജാവ് വേറെയില്ല. പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ആരും ഇപ്പം നമ്മളീ പറഞ്ഞ മതി പറയാറില്ല. എന്താ കാരണം? അദ്ദേഹത്തിൻ്റെ അവസാന കാലം ഇങ്ങനെയാണ് പോയത്. എങ്ങനെ? നമ്മളിപ്പോൾ നല്ല കാലത്ത് എന്തൊക്കെ ചെയ്താലും ഒടുക്കം കുറച്ച് നല്ല മട്ടല്ലാണ്ട് പോയി എന്ന് കൂട്ടിക്കോളൂ. പിന്നെ ആദ്യത്തെ നല്ലതൊന്നും ആരും